ദളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭു ഹീറോ എന്ന ടാഗ് ലൈനോടുകൂടി വന്നിരിക്കുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വിജയ്, ജയറാം, പ്രസന്ന, പ്രഭുദേവ, സ്നേഹ, മീനാക്ഷി ചൗധരി തുടങ്ങി വലിയൊരു കാസ്റ്റിംഗ് ആണ്. ഇത് മറ്റൊരു മങ്കാത്തയോ അല്ലെങ്കിൽ മാനാടോ പോയി പ്രതീക്ഷ കണ്ട സിനിമയല്ല. ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയോ ടൈം ട്രാവലോ ടൈം ലൂപ്പോ ഒന്നുമല്ല. ട്രെയിലറിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ ഈ സിനിമയിലുള്ളൂ. ട്രെയിലറിൽ ഓൾറെഡി കാണിച്ചിരിക്കുന്ന പോലെ ഏജിങ്ങും അതുപോലെ ഡബിൾ ആക്ഷൻ, ഡബിൾ റോൾ ഇതൊക്കെ തന്നെ ഈ സിനിമയിലുള്ളൂ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തു പോകുന്ന സിനിമയാണ്. പക്ഷേ സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ എവിടെയും ഒരു ലാഗില്ല, എവിടെയും ഒന്ന് ഡൗൺ ആകാതെ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് സിനിമ പോകുന്നത്. ഇതിന് മുന്നേ ഇറങ്ങിയ വിജയ് സിനിമകൾക്ക് അത്യാവശ്യം ലാഗ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. തുടങ്ങിയതും തീർന്നു അറിഞ്ഞില്ല, അതുപോലെ ഫാസ്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. സ്റ്റോറി ടെല്ലിങ് ഭയങ്കര സ്പീഡിൽ തന്നെയായിരുന്നു. എവിടെയും ഒന്ന് ഡൗൺ ആകുന്ന ടൈമിൽ വരുമ്പോഴത്തേക്കും അടുത്ത സീനിൽ തന്നെ നല്ല രീതിയിൽ അപ്പായി പോകുന്നൊരു സ്റ്റോറി സീക്വൻസാണ് ഇതിൻ്റെത്. പിന്നെ വിജയുടെ ചില ഇമോഷൻ സീൻസ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഇമോഷൻ സീൻസ് ആണെങ്കിൽ പോലും ഇതിൽ വന്നപ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നിച്ചു. പിന്നെ കുറേ സസ്പെൻസ് ക്യാമിയോ റോൾസ് ഒക്കെയുള്ള സിനിമയാണ്. അത് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം സ്പോയിലറുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ലൈനിൽ പോലും സ്പോയിലറുകളുണ്ട്. ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് നായകനായ വിജയ് ഒരു സ്ക്വാഡിൽ അംഗമാണ്. ഇദ്ദേഹം പല മിഷനുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മിഷനുകൾ ചെയ്യുന്നു. അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ലൈഫ് മാറുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് സംഭവിക്കുന്നത് അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം സ്പോയിലറാണ് സിനിമ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറയാൻ ഇതിലെ ഏജിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ പോർഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം എനിക്ക് ഏജിങ് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ പറയാൻ പറ്റാത്തൊരു സ്പോയിലറായിട്ടുള്ളൊരു ഭാഗം കൂടി ഈ സിനിമയിലുണ്ട് ഏജിങ്ങിനെ വെച്ച്. ഏജിങ് അല്ല, വേറെ സംഭവം. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ മോഹൻ എന്ന ആക്ടർ ചെയ്തിരിക്കുന്ന വില്ലൻ റോൾ, അത് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ സിനിമയിൽ കണ്ടപ്പോഴും എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. ബാക്കി ഓൾറെഡി നോക്കുമ്പോൾ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് എന്നൊരു സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ട്